അസ്സലാമു അലൈക്കും. എന്താണ് ദിക്ർ? ദിക്ർ എന്നാൽ അതിശ്രേഷ്ഠമായ പുണ്യകർമ്മവും നിസ്തുലമായ സൽക്കർമ്മവുമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനും അതുവഴി അവൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുക്കാനും ദിക്ർ സഹായകമാവുന്നു. ദിക്ർ വർദ്ധിപ്പിക്കുക വഴി തസവ്വുഫിൻ്റെ ആളുകൾ യജമാനനായ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിലൂടെ നമ്മുടെയൊക്കെ ജീവിതം മലക്കുടേതിന് തുല്യമാക്കുകയാണ് ചെയ്യുന്നത്. ഐഹിക ജീവിതം അവരുടെ ഹൃദയങ്ങളിൽ ഉദയം ചെയ്യുന്നില്ല. തങ്ങളുടെ ഇഷ്ടഭാജനമായ അള്ളാഹുവിനെ വിട്ട് ഭൗതിക താല്പര്യങ്ങളൊന്നും തന്നെ അവരെ വ്യാപൃതരാക്കുന്നില്ല. അള്ളാഹുമായുള്ള സഹവാസത്തിലൂടെ സ്വന്തത്തെ തന്നെ അവർ മറന്നുപോകും. സർവ ആരാധനകളുടെയും അടിസ്ഥാനവും മജ്ജയുമത്ര ദിക്റുള്ള, അതായത് അള്ളാഹുവിനെ സ്മരിക്കൽ. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവൻ പരാജിതനാവില്ല. അവൻ്റെ സ്മരണയിൽ നിന്നകന്ന ഹൃദയമുള്ളവർക്കാണ് നാശം. ദിക്ർ എന്ന അറബി പദത്തിന് ഒട്ടേറെ അർത്ഥങ്ങളുണ്ട്. സ്മരണ, പരിശുദ്ധത പ്രഖ്യാപിക്കുക, സ്തുതി, ഒരാളെപ്പറ്റി സംസാരിക്കുക, പ്രാർത്ഥന, ഉപദേശം, പ്രസ്താവന, മതഗ്രന്ഥം, ചില പ്രത്യേക വചനങ്ങൾ ഉരുവിടുക. ഇങ്ങനെ നീണ്ടു പോകുന്നു അതിൻ്റെ അർത്ഥങ്ങൾ. പരിശുദ്ധ ഖുർആൻ വചനങ്ങളും തിരുസുന്നത്തുമൊക്കെ ദിക്ർ എന്ന പദം നിരവധി അർത്ഥങ്ങളിൽ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഖുർആൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു പറയുന്നു, നിശ്ചയമായും നാമാണ് ദിക്ർ, അതായത് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുന്നതുമാണ്. സൂറത്തുൽ ഹിജ്ർ 9-ാമത്തെ ആയത്തിൽ പറയുന്നു. ജുമാ നിസ്കാരം എന്ന അർത്ഥത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. സൂറത്തുൽ ജുമയിൽ 9-ാമത്തെ ആയത്ത്. എന്നാൽ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഇൽമ്, അതായത് വിജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ദിക്ർ പ്രയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവിൻ്റെ ആളുകളോട് ചോദിച്ചു നോക്കുക. എന്നാൽ മിക്ക പ്രമാണങ്ങളിൽ ദിക്ർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേലുള്ള സ്വലാത്ത് മുതലായവയാണ്. അതാണ് ഖുർആനിൽ പറയുന്നത്. നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിന്നവരും ഇരുന്നവരും കിടന്നവരുമായി എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അതായത് അള്ളാഹുവിനെ ഓർമ്മിക്കുക എന്നാണ്. സൂറത്തുൻ നിസാ 103-ാമത്തെ ആയത്തിൽ പറയപ്പെടുന്നത് അങ്ങനെ. രാത്രിയിലും പകലിലും കടലിലും കരയിലും സ്വദേശത്തായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പ്രസിദ്ധ മുഫസ്സിറായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ ആയത്തിന് വ്യാഖ്യാനമായി പ്രസ്താവിക്കുന്നു. സത്യവിശ്വാസികൾ, നിങ്ങൾ ശത്രു സമൂഹത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവെ അധികമായി ദിക്ർ ചെയ്ത്, അതായത് അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ പറയുന്നത്. സൂറത്തുൽ മുസമ്മിൽ. അൽ ഇമാം അല്ലാമി റാസി റളിയല്ലാഹു പറയുന്നത് ഇപ്രകാരം: അള്ളാഹുവെ വാഴ്ത്തൽ, സ്തുതിക്കൽ, പരിശുദ്ധപ്പെടുത്തൽ എന്നിവയുടെ മേൽ അറിയിക്കുന്ന വചനങ്ങളെല്ലാം നാവിലൂടെ ഉണ്ടാകുന്ന ദിക്റാണ്. അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത് എന്നിവയിലും അവയുടെ തെളിവുകളിലും ചിന്തിക്കുന്നതും ഹൃദയം കൊണ്ടുള്ള ദിക്റും സൽക്കർമ്മങ്ങളിൽ ബാഹ്യാവയങ്ങൾ മുഴുകിയതായെന്നാണ് ശരീരം കൊണ്ടുള്ള ദിക്റുമാകുന്നു. ഖുർആൻ പാരായണം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനെ വാഴ്ത്തൽ തുടങ്ങിയ പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതിനെല്ലാം ദിക്ർ എന്ന് പറയപ്പെടും. ആയതിനാൽ ഇവിടെ ദിക്ർ കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു കൽപ്പിച്ചതുപോലെ അവനെ സ്മരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയ ദിക്റുകൾ ഉരുവിടുക എന്നിവയാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ദിക്ർ. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു.